റെക്കോർഡുകൾ പഴങ്കഥയാക്കി ബി.ജെ.പി. അടക്കിവാണ ബങ്കിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ട് വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ അടിയറവ് പറയുന്നത് ഭരണകൂടത്തിന്റെ ധാർഷ്ട്യം മാത്രമല്ല, തെരുവിൽ കണ്ണീർ വാതകവും പെല്ലറ്റുകളും ഏറ്റുവാങ്ങിയ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ശാപം കൂടിയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോര നീരാക്കി പഠിച്ച കുട്ടികളുടെ ഭാവി വിറ്റ തുട്ടുകൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായപ്പോൾ ആ കുരുന്നുകളുടെ കണ്ണുനീരിന്റെ ചൂടറിഞ്ഞ് ജനവിധി പട്നയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അലയടിക്കുകയാണ്. ബി.ജെ.പി. ദേശീയ പ്രസിഡന്റ് നിതിൻ നബിന്റെ കോട്ടയെന്ന് വീമ്പിളക്കിയ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ നീരജ് കുമാറിനെ 862 വോട്ടുകൾക്ക് പിന്നിലാക്കി പ്രശാന്ത് കിഷോർ കുതിക്കുമ്പോൾ തകർന്നടിയുന്നത് ഭരണപക്ഷത്തിന്റെ സകല കണക്കുകൂട്ടലുകളുമാണ്. തോൽവി കണ്ടതോടെ പോലീസിനെയും ഭരണകൂടത്തെയും മുൻനിർത്തി വ്യാജ വോട്ട് ആരോപണങ്ങളുമായി ബി.ജെ.പി. അട്ടിമറി നാടകങ്ങൾ കളിച്ചെങ്കിലും പ്രശാന്ത് കിഷോറിന്റെ ഒറ്റ മറുപടിയിൽ ആ നാടകങ്ങളുടെയെല്ലാം മുനയൊടിഞ്ഞു. സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടന്ന പ്രവർത്തകരെ പോലും പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്തി ജനാധിപത്യത്തെ വെല്ലുവിളിച്ച ബി.ജെ.പിയുടെ അവസാനവട്ട വിരട്ടലുകൾക്കെതിരെ സുപ്രീം കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കാനൊരുങ്ങുകയാണ് ജൻ സുരാജ്. 31 റൗണ്ടുകളിലായി 14 ടേബിളുകളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബങ്കിപ്പൂരിൽ ഇനി അന്തിമ വിധി ആർക്കൊപ്പമായാലും ആദ്യ റൗണ്ടുകളിൽ ബി.ജെ.പിക്കുണ്ടായ ഈ വമ്പൻ വീഴ്ച കാലം കരുതിവെച്ച കൃത്യമായ കണക്കുചോദിക്കൽ തന്നെയാണ്.